വെൽക്കം ടു ബൂട്ട് ക്യാമ്പ് ഡേ 9 ഗൈസ്. ഈ ഒരു ലെസണിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സലിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. പ്രീവിയസ് വീഡിയോയുടെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബുള്ളിഷ് ആൻഡ് ബാരിഷ് മാർക്കറ്റ് ആയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മളിവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രോക്കർ അൽപ്പാരിയാണ്. നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ഒരു ഡെമോ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ട്രേഡിംഗ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഇവിടെ പഠിക്കാൻ പോകുന്ന സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് മാത്രം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ലൈവ് മണി ഡെപ്പോസിറ്റ് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ അകത്തുള്ള ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തോട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. പ്രീവിയസ് വീഡിയോയുടെ അകത്ത് നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, ബാരിഷ് മാർക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യണത് ആ ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു തിയറി പാർട്ടിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഒരു സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആയിരുന്നു. ഓക്കെ, അതായത് ഇവിടെ വരെ നമുക്ക് എന്ത് കാണാൻ പറ്റിയ ഒരു ബുള്ളിഷ് മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റി. അതായത് ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, പ്രീവിയസ് ലോയുടെ മുകളിലായിട്ട് ഹയർ ലോ, ഹൈന് ബ്രേക്ക് ചെയ്തു, ഹയർ ഹൈ, അഗെയിൻ ഹയർ ലോ റെസ്പെക്ട് ചെയ്തു, പുതിയ ഹയർ ലോ, ഹയർ ഹൈന് ബ്രേക്ക് ചെയ്തു, ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ, പുതിയ ഹയർ ഹൈ, ആൻഡ് പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു എന്തായിരുന്നു, പ്രൈസ് ബുള്ളിഷ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ബുള്ളിഷ് മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുള്ളിഷ് മാർക്കറ്റിലെ ഹയർ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ഹൈ ആണ്, ആൻഡ് അതുപോലെ തന്നെ ഹയർ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ലോ ആണ്. അതായത് ഹയർ ഹൈന് പ്രൈസ് കണ്ടിന്യൂസ്ലി ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും, ആൻഡ് ഹയർ ലോയിനെ പ്രൈസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, ഹയർ ലോയിനെ പ്രൈസ് റെസ്പെക്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ ഒരു ഹയർ ലോയിനെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹയർ ലോയിന് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഹയർ ലോ നോക്കിയാലോ, ഈ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ല് വന്നു. അപ്പോൾ ആ ഒരു സെല്ല് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ബുള്ളിഷ് മാർക്കറ്റിലെ സ്ട്രോങ് ലോ ആയിട്ടുള്ള ഹയർ ലോയിന് പ്രൈസ് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബുള്ളിഷ് മാർക്കറ്റിലെ സ്ട്രോങ് ലോ ആയിട്ടുള്ള ഹയർ ലോയിന് പ്രൈസ് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തു. ഇവിടെ വരെ എന്തായിരുന്നു, ഒരു ബുള്ളിഷ് ഡൊമിനൻ്റ് ആയിട്ടാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ബയേഴ്സ് ആണ് സ്ട്രോങ് ആയിട്ടുള്ളത്. പെട്ടെന്നൊരു സ്ട്രോങ് സെല്ല് വന്നപ്പോഴാണ് ഇവിടുത്തെ ഹയർ ലോയിന് പ്രൈസ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, അവിടെ ഓർഡർ ഫ്ലോയിൽ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു. അതായത് അവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആയി. ഇപ്പോൾ ആ ഒരു സെല്ലേഴ്സ് സ്ട്രോങ് ആയപ്പോഴാണ് ഹയർ ലോയിന് പ്രൈസ് ബ്രേക്ക് ചെയ്തത്. അതായത് ബുള്ളിഷ് മാർക്കറ്റിലെ സ്ട്രോങ് ലോ ആയിട്ടുള്ള ഹയർ ലോയിന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ അതൊരു ഷോർട്ടായിട്ട് MSS ആണ്. ഇപ്പോൾ ബുള്ളിഷ് മാർക്കറ്റിൽ ഒരു MSS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ബെയറിഷ് മാർക്കറ്റ് കണ്ടീഷൻ ആയിരിക്കും നമുക്കവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ബുള്ളിഷ് മാർക്കറ്റിൽ സ്ട്രോങ് ലോ ആയിട്ടുള്ള ഹയർ ലോയിന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ആൻഡ് ബുള്ളിഷ് മാർക്കറ്റിൽ ഒരു MSS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ബെയറിഷ് മാർക്കറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഹയർ ലോയിന് പ്രൈസ് ബ്രേക്ക് ചെയ്തു. ഹയർ ലോയിന് ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് ഇവിടെ എന്താ ക്രിയേറ്റ് ചെയ്തത്, പുതിയൊരു ലോയെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലോ കിടക്കുന്നത് പ്രീവിയസ് ലോയുടെ താഴെയാണ്. പ്രീവിയസ് ലോയുടെ താഴെ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും, ബെയറിഷ് മാർക്കറ്റിലെ ലോവർ ലോ എന്ന് വിളിക്കും. അപ്പോൾ അതിനുശേഷം പ്രൈസ് നേരം മുകളിലോട്ട് പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പ്രീവിയസ് സൈഡ് താഴെയാണ് ലോവർ ഹൈ. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി, ഒരു സീരീസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് കാണാൻ പറ്റി. മോസ്റ്റ്ലി ബുള്ളിഷ് മാർക്കറ്റിലെ സ്ട്രോങ് ലോ ആയിട്ടുള്ള ഹയർ ലോന് പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു MSS ആണ്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ആൻഡ് ബുള്ളിഷ് മാർക്കറ്റിൽ ഒരു MSS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ബാരിഷ് മാർക്കറ്റ് കണ്ടീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബാരിഷ് ട്രെൻഡ് ആയിരിക്കും പിന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റണത്. അതുപോലെ തന്നെ ബാരിഷ് മാർക്കറ്റിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു സീരീസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, നമുക്കിവിടെ കാണാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഒരു ബാരിഷ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആയിരിക്കും. ലോവർ ലോവിന് പ്രൈസ് കണ്ടിന്യൂസ്ലി ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും, ലോവർ ഹൈന് പ്രൈസ് എന്ത് ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ബാരിഷ് മാർക്കറ്റിൽ ലോവർ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ, ലോവർ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് ലോയാണ്. അതായത് പ്രൈസ് കണ്ടിന്യൂസ്ലി ലോവർ ലോനെ ബ്രേക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ലോവർ ലോയിനെ നമ്മൾ വീക്ക് ലോ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ബാരിഷ് മാർക്കറ്റിലെ ലോവർ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ലോവർ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ഹൈ ആണ്. അതായത്
ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ലോവർ ഹൈനെ റെസ്പെക്റ്റ് ചെയ്യും. സോ ഇവിടുത്തെ ബെയറിഷ് മാർക്കറ്റ് ആണെങ്കിൽ, ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ലോവർ ഹൈനെ റെസ്പെക്റ്റ് ചെയ്യും, ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്യത്തില്ല. ഈ ഒരു ലോവർ ഹൈന് പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു ലോവർ ഹൈന് പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ലോവർ ഹൈ നോക്കിക്കഴിഞ്ഞാലോ, ഈ ഒരു ലോവർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ പ്രൈസ് ലാസ്റ്റ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു, സെല്ലേഴ്സ് ആണ് അവിടെ ഡൊമിനൻ്റ് ആയിട്ടുള്ളത്. ആ ഒരു രീതിയിലായിരുന്നു മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ലോവർ ലോ എത്തിയപ്പോൾ ഇവിടെ നിന്ന് സംഭവിച്ചു, ഇവിടുന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ വന്നു. ഓക്കെ, അതായത് സഡൻ ആയിട്ട് അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ ആ ഒരു ഏരിയയിൽ വന്നു. ആ ഒരു സ്ട്രോങ് ബൈ വന്നപ്പോഴാണ് ഇവിടെ എന്ത് സംഭവിച്ചത്, ബെയറിഷ് മാർക്കറ്റിലെ സ്ട്രോങ് ഹൈ ആയിട്ടുള്ള ലോവർ ഹൈനെ പ്രൈസ് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അതായത് ബെയറിഷ് മാർക്കറ്റിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ വന്നപ്പോൾ ബെയറിഷ് മാർക്കറ്റിലെ സ്ട്രോങ് ഹൈ ആയിട്ടുള്ള ലോവർ ഹൈന് പ്രൈസ് എന്ത് ചെയ്തു, ലോവർ ഹൈന് പ്രൈസ് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ ലോവർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്താണ്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. അപ്പോൾ ബെയറിഷ് മാർക്കറ്റിലെ ലോവർ ഹൈന്, അതായത് ബെയറിഷ് മാർക്കറ്റിലെ സ്ട്രോങ് ഹൈ ആയിട്ടുള്ള ലോവർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ആൻഡ് ബെയറിഷ് മാർക്കറ്റിൽ ഒരു MSS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും, ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആയിരിക്കും നമുക്കവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇവിടെ വരെ ഒരു സെല്ലിംഗ് പ്രഷറിലാണ്, അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ഡൊമിനൻ്റ് ആയിട്ടാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു സ്ട്രോങ് ബൈ വന്നപ്പോൾ അവിടുത്തെ ഓർഡർ ഫ്ലോ ചേഞ്ച് ആയി, അവിടെ ബയേഴ്സ് ആക്റ്റീവായി, ബയേഴ്സ് കൂടുതൽ സ്ട്രോങ് ആയി. പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്ത് കാണാൻ പറ്റി, ഒരു ബുള്ളിഷ് മാർക്കറ്റാണ് നമുക്കവിടെ മോസ്റ്റ്ലി നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ട്രെൻഡ് റിവേഴ്സൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളിഷ് മാർക്കറ്റ് ബെയറിഷ് ആവണതും, അതുപോലെ തന്നെ ബെയറിഷ് മാർക്കറ്റിൽ നിന്ന് ബുള്ളിഷ് മാർക്കറ്റിലോട്ട് ഷിഫ്റ്റ് ആവുന്നതിനെയാണ് നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രെൻഡ് റിവേഴ്സൽ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുള്ളിഷ് മാർക്കറ്റിലെ സ്ട്രോങ് ലോ ആയിട്ടുള്ള ഹയർ ലോവിൻ്റെ പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ MSS ആണ്, പിന്നെ നമുക്കൊരു ബെയറിഷ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ബെയറിഷ് മാർക്കറ്റിൽ സ്ട്രോങ് ഹൈ ആയിട്ടുള്ള ലോവർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും അതൊരു MSS ആണ്, സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. അപ്പോൾ ലോവർ ഹൈന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഹയർ ലോവിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. സോ ഹയർ ലോവിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെയറിഷ് ട്രെൻഡും, അതുപോലെ തന്നെ ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ട്രെൻഡും ആണ് നമുക്കവിടെ മോസ്റ്റ്ലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ ആ ഒരു സിമ്പിൾ കോൺസെപ്റ്റ് വരുന്നത്. സോ സ്ട്രക്ചർ നമ്മുടെ ഒരു ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം, മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ ഞാൻ ജസ്റ്റ് സ്ട്രക്ചർ ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. അപ്പോൾ അതായത് ഇവിടെ ഒരു ബുള്ളിഷ് മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടെ ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഓക്കെ, അതായത് ഇവിടേക്ക് എന്താ സംഭവിച്ചേ, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക്, BMS, ഇവിടെ ഒരു BMS, ആൻഡ് ഇവിടെ ഒരു BMS കിട്ടി. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ നമുക്കൊരു BMS കിട്ടി. ഓക്കെ, ഇതൊക്കെ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. BMS, ഓക്കെ, ആൻഡ് ഇതെന്തായിരുന്നു, ഇതൊരു ഹയർ ഹൈ, ആൻഡ് ഇതൊരു ഹയർ ലോ, ആൻഡ് ഇതൊരു ഹയർ ലോ ആയിരുന്നു, ഇതൊരു ഹയർ ഹൈ, ആൻഡ് ഹയർ ലോ, ഹയർ ഹൈ. ഓക്കെ, ഇപ്പോൾ ഞാൻ അധികം പിറകിലോട്ട് മാർക്ക് ചെയ്ത് പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ നമുക്കൊരു ബുള്ളിഷ് മാർക്കറ്റ് കാണാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ, ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ നമുക്കൊരു സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആണ് കാണാൻ പറ്റുക. ആൻഡ് ബുള്ളിഷ് മാർക്കറ്റിൽ സ്ട്രോങ് ലോ ആയിട്ടുള്ള ഹയർ ലോന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു MSS ആണ്. പിന്നെ നമുക്കവിടെ ഒരു ബെയറിഷ് മാർക്കറ്റ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഇവിടെ ഈ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ബയേഴ്സ് ആണ് സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു സ്ട്രോങ് സെല്ല് പ്രൈസിൽ വന്നു. ഓക്കെ, പെട്ടെന്ന് ഈ ഒരു ഹയർ ഹൈന്ന് ഒരു സ്ട്രോങ് സെല്ല് പ്രൈസിൽ വന്നു. അപ്പോൾ ആ ഒരു സ്ട്രോങ് സെല്ല് വന്നപ്പോൾ ബുള്ളിഷ് മാർക്കറ്റിൽ സ്ട്രോങ് ലോ ആയിട്ടുള്ള ഹയർ ലോന് പ്രൈസ് ബ്രേക്ക് ചെയ്തു. സോ ഹയർ ലോന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്താണ്, അതൊരു MSS ആണ്. ആൻഡ് MSS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എന്താ എക്സ്പെക്ട് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞു, ഒരു ബെയറിഷ് മാർക്കറ്റ് ആയിരിക്കും അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ
നേരെ താഴെ പോയി ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പ്രീവിയസ് ലോയുടെ താഴെയാണ് ലോവർ ലോ, മുകളിൽ പോയി ഹൈ ക്രിയേറ്റ് ചെയ്തു, താഴെ വന്നു ലോ ക്രിയേറ്റ് ചെയ്തു, അഗെയിൻ ഹൈ, അഗെയിൻ താഴെ വന്നു ലോ. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി? ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ കിട്ടി, ഇവിടെ ഒരു BMS കിട്ടി. സോ വിക്കാണ്, ബട്ട് കുഴപ്പമില്ല. അപ്പം ഇതെന്താണ്? പ്രീവിയസ് ലോയുടെ താഴെയായിട്ടാണ് ഈ ഒരു ലോ ഉള്ളത്. അപ്പം ഇത് നമുക്കൊരു ലോവർ ലോ ആണ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ഹൈ ഉള്ളത് പ്രീവിയസ് ഹൈയുടെ താഴെയാണ്. സോ പ്രീവിയസ് ഹൈയുടെ താഴെ ആയതുകൊണ്ട് ലോവർ ഹൈ. ഇപ്പോൾ നമുക്കിവിടെ ലോവർ ഹൈ കാണാൻ പറ്റി, ലോവർ ലോ കാണാൻ പറ്റി, നെക്സ്റ്റ് ലോവർ ഹൈ, നെക്സ്റ്റ് ലോവർ ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബുള്ളിഷ് മാർക്കറ്റിൽ ഒരു MSS കിട്ടിയപ്പോൾ പിന്നെ നമുക്കൊരു ബാരിഷ് മാർക്കറ്റ് കാണാൻ പറ്റി. ആൻഡ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ പറ്റി? ഈ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അഗെയിൻ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ വന്നു. ആ ഒരു സ്ട്രോങ് ബൈ വന്നപ്പോൾ ബാരിഷ് മാർക്കറ്റിലെ സ്ട്രോങ് ഹൈ ആയിട്ടുള്ള ഈ ഒരു സ്ട്രോങ് ബൈ വന്നപ്പോൾ ബാരിഷ് മാർക്കറ്റിൽ സ്ട്രോങ് ഹൈ ആയിട്ടുള്ള ലോവർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ ലോവർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു MSS ആണ്. അപ്പോൾ ബുള്ളിഷ് മാർക്കറ്റിൽ ഒരു MSS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാരിഷ് മാർക്കറ്റിൽ ഒരു MSS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ എന്താ എക്സ്പെക്ട് ചെയ്യണേ? ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ എന്താ കാണാൻ പറ്റിയേ? ഇവിടെ പിന്നെ പ്രൈസ് സ്ട്രോങ് ആയിട്ട് അപ്സൈഡാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബുള്ളിഷ് മാർക്കറ്റിലെ ഹയർ ലോവിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ബാരിഷ് മാർക്കറ്റിലെ ലോവർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്ക് എന്താണ്? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. MSS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ബുള്ളിഷ് മാർക്കറ്റിൽ ഒരു MSS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബാരിഷ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാം. ബാരിഷ് മാർക്കറ്റിൽ ഒരു MSS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒരു ബുള്ളിഷ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ്ലി 2 ദിവസമായിട്ട് ഈ ഒരു ദിവസവും നമ്മൾ ഇന്നലത്തെ ദിവസം നോക്കിയിട്ടുള്ളത്, അതായത് ഡേ 8ഉം ഡേ 9ഉം നമ്മൾ നോക്കിയിട്ടുള്ളത് സ്ട്രക്ചറാണ്. അപ്പോൾ സ്ട്രക്ചർ ഒരു ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ് ആണ്. ഇപ്പോൾ നെക്സ്റ്റ് ലെസൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലിക്വിഡിറ്റി ആയിരിക്കും. അപ്പോഴത്തേക്കും സ്ട്രക്ചർ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ നമുക്ക് എന്തായാലും ഡേ 10ൽ കാണാം. അപ്പോൾ ബൈ.